ഹായ് ലെസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എഗ്ഗിന്റെ ഒരു ഡിഷാണ്. അപ്പൊ നമ്മൾ എഗ്ഗിന്റെ ഡിഷസ് എന്ന് പറഞ്ഞ കുറെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. എന്നാലും കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്, അതായത് കള്ളപ്പും അതിന്റെ കൂടെ ഒരു മുട്ടക്കറി. അപ്പൊ ആ മുട്ടക്കറി കണ്ടപ്പോ കുറെ പേര് അത് തിക്കായിട്ടുള്ള ഒരു മുട്ടക്കറി, നമ്മൾ കുറെ അങ്ങനത്തെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ മുട്ടക്കറി കണ്ടപ്പോ ഇതിന്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ റെസിപ്പി എന്തൊക്കെയാണെന്ന് കുറെ പേര് വന്നിട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല. മുട്ട കൊണ്ടൊരു തീയലാണ്, മിക്കവാറും പേര് ഉണ്ടാക്കാത്ത ഒരു റെസിപ്പിയാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പെട്ടെന്ന് തന്നെ ആ റെസിപ്പി ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇതെന്ന് പറയുന്നത് എല്ലാത്തിനും കൂടെ കോമ്പിനേഷനാണ്. അപ്പത്തിന്റെ കൂടെ മാത്രമല്ല, എന്ത് സംഭവം വേണമെങ്കിൽ ഇതിന്റെ കൂടെ യോജിക്കും, ചോറോ എന്ത് വേണമെങ്കിൽ യോജിക്കും. നമ്മള് സാധാരണ പച്ചക്കറി കൊണ്ടൊക്കെയാണ് തീയലൊക്കെ ഉണ്ടാക്കാറില്ല, ഉള്ളിത്തീയല് അങ്ങനത്തെ ആ വക തീയലുകളൊക്കെയാണ് ഉണ്ടാക്കാറ്. എന്നാലും ഇതും കൊണ്ടും ഒരു തീയലുണ്ട്, കുറച്ചു പേരൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവാം. പിന്നെ ശരിക്കും ഓതന്റിക് ആയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, നമ്മളൊരു എന്റേതായ ഒരു രീതിയിൽ ഒരു ടേസ്റ്റ് വേണ്ട രീതിയിലൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. അപ്പൊ എന്തായാലും നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യുക. നമ്മള് അതിന് വേണ്ടിയിട്ട് ഒരു 6 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ സാധാരണ നമ്മള് മുട്ട പുഴുങ്ങുമ്പോ നല്ല ഭംഗിയായിട്ട് വരും. സാധാരണ നമ്മള് ഒരു 8 മിനിറ്റ് വരെ ഞാൻ മുട്ട പുഴുങ്ങാനും അത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിലിടും, അത് കഴിഞ്ഞിട്ട് പതുക്കെ തൊഴി പൊളിച്ചെടുക്കുകയാണ് ചെയ്യാറ്. പക്ഷെ ഇങ്ങനെ റെസിപ്പി ഒക്കെ ചെയ്യുന്ന ദിവസം മിക്കവാറും എനിക്ക് കുറച്ച് വെപ്രാളം കൂടിയിട്ടാണെന്നുണ്ട് കുറച്ച് ഭംഗിയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ചിലവര് തീരൊക്കെ ഉണ്ടാക്കുമ്പോ കട്ട് ചെയ്തിട്ട് ഇടാട്ടോ. ഞാൻ ഇപ്പൊ മുട്ട മുഴുവനായിട്ടാണ് ഇടുന്നത്. ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് മുട്ട പുഴുങ്ങിയെടുത്തോളാം കേട്ടോ. നമുക്ക് വേണ്ടത് കുറച്ച് ചെറുള്ളിയാണ്. ചെറുള്ളി ഞാൻ 10-30 ചെറുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സവാള എടുക്കാം കേട്ടോ. ഒരു 2 സവാള എടുത്താൽ മതി. 2-3 പച്ചമുളക്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, പിന്നെ നമുക്കൊരു ടൊമാറ്റോ വേണം. പിന്നെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഞാൻ വാളൻ പുളി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, പിന്നെ കറിവേപ്പില കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക്, അതായത് 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നാളികേരം കുറച്ച് കൊത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് തികച്ചും ഓപ്ഷണൽ ആണ്, വേണ്ടവർക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി. ഒരു പ്രത്യേക ടേസ്റ്റ് എൻ്റെ ഇടയിൽ കടിക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നാളികേരം നമുക്ക് വേണം. ഇത് ഞാൻ ഒരു മുറി നാളികേരം, വലിയ നാളികേരത്തിന്റെ 1 മുറി നാളികേരം. നാളികേരത്തിന്റെ അളവ് നോക്കുകയാണെങ്കിൽ ഒരു 1.5 കപ്പ് നാളികേരം ചിരകിയത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പൊടികൾ വേണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ to 2 ടീസ്പൂൺ വരെ മുളക് പൊടി, ആവശ്യത്തിന് സോൾട്ട്, പിന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം വേണം, വെളിച്ചെണ്ണ വേണം. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലാണ്ട് നാളേരം വറക്കാൻ വേണ്ടിയിട്ടാണ്. വെളിച്ചെണ്ണ ഇല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ വറക്കാം കേട്ടോ. ഞാൻ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ കോക്കനട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ആ തിക്കായിട്ട് വരുന്നതിന്റെ കാരണം ഈ കോക്കനട്ട് ആണ് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കണം. ഇതിന്റെ കൂടെ 4 ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. നമുക്ക് വലിയ ഉള്ളിയായ കാരണം ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിന്റെ കൂടെ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ല ആയിട്ട് വറക്കണം കേട്ടോ. അതായത് നന്നായി ചുമന്ന് വരുന്ന വരെ വറക്കണം. ഒരു 2 കറിവേപ്പില കേട്ടോ. ഈ നാളികേരം നന്നായി നമ്മൾ ഇളക്കണം കേട്ടോ. ഇടവിട്ട് തന്നെ ഇളക്കണം, കരിഞ്ഞു പോകരുത്. അതിന്റെ ഇടയിൽ ഉള്ള ഗ്യാപ്പിൽ ഞാൻ ഇടയ്ക്ക് ഈ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5-6 ഉള്ളി മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ അരിഞ്ഞൊരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. സവാള ഉപയോഗിക്കണമെന്ന് വെച്ചാൽ സവാള നിങ്ങൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിടാം. ഈ പുളിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തി വെക്കാം കേട്ടോ. പുളിയുറുമ്പ് പരിവായിട്ടുള്ള ഇത് പോരാ, ഇനി ഒന്നുകൂടി നന്നായി ചോക്കണം കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് ചുവന്ന് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന്
ഒന്ന് കൂളാവട്ടെ കേട്ടോ. എന്നാൽ മുഴുവൻ കൂളാവേണ്ട ഒരു ലൈറ്റ് ചൂടുണ്ടാവണം. അപ്പൊ നന്നായിട്ട് നമുക്ക് നിറച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് നമ്മുടെ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വഴറ്റാനുള്ള ഒരു വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നമ്മളൊരു 2 വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം നമ്മൾ കുറച്ച് നാളികേരക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മളൊരു 2-3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് നാളികേരം വറുത്ത് വെച്ചതിന് ഒരു ലൈറ്റ് ചൂടുള്ളൂ കേട്ടോ. അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ ഇതിപ്പോ ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരു ടൊമാറ്റോ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റണം കേട്ടോ. അപ്പൊ ഈ തക്കാളി ഒരുവിധം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടി മുളക് പൊടി കേട്ടോ. നേരത്തെ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇനി ഒരു ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഉലുവ നേരത്തെ പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ. ഇതിന് കൂടുതലായി കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും കേട്ടോ. അപ്പോൾ ഈ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നാളികേരം നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊരു 2 മിനിറ്റ് ഇതേ രീതിയിൽ തന്നെ വഴറ്റാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കണം. ഇനി നമ്മളിതിലേക്ക് ഒരു 2 മിനിറ്റ് വഴറ്റിയതിനു ശേഷം നമ്മുടെ പുളിവെള്ളം ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ പുളിയും ഒരുപാട് ഇങ്ങനെ കേറി നിൽക്കരുത് കേട്ടോ ഈ കറിയില്. ഈ ഒരു അളവിനെ ഞാൻ പറഞ്ഞില്ലേ, നെല്ലിക്ക വലുപ്പത്തില്, ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ ആ പുളി അനുസരിച്ച് മാത്രം നിങ്ങൾ ആഡ് ചെയ്യാം കേട്ടോ. നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം, മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ആ വെള്ളം കൂടി ആയിട്ട് ഒരു 1.5 കപ്പ്. ഇവിടെ ഗ്രേവി നമുക്ക് തിക്കായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതിന്റെ മൂടി കൊണ്ട് ഒന്ന് അടച്ച് ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതില് നാളികേരക്കൊത്തും എല്ലാം കൂടി നല്ലൊരു വേവ് വരും. ഒരു 5 മിനിറ്റ് ആയിട്ട് കേട്ടോ. അപ്പൊ ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതിലേക്ക് പതുക്കെ ആഡ് ചെയ്യാം. അപ്പൊ ചിലവർ ഞാൻ നേരത്തെ പറഞ്ഞു കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇടുക കേട്ടോ. പക്ഷെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ മഞ്ഞ കരു അതിൽ ചേരുമ്പോ വേറൊരു ടേസ്റ്റ് ആവും. അത് ടേസ്റ്റ് കുറവാ അങ്ങനെ നോക്കുമ്പോ. അപ്പൊ ഞാനിത് ഫുള്ളായിട്ട് എഗ്ഗ് ഇങ്ങനെ വരഞ്ഞ് ഇങ്ങനെ ഇട്ടേക്കാണ്. അത്യാവശ്യം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഇനിയും ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് തന്നെ വേവിക്കാം. നമ്മുടെ തിക്നെസ്സിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ അത്യാവശ്യം ഒരു കട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കണത്. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടയിലേക്കൊക്കെ അതിന്റെ ആ ഗ്രേവിയുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ പിടിക്കും.
ഒരു 5 മിനിറ്റ് ആയപ്പോൾ നല്ല ഭംഗിയായിട്ട് മുട്ടയിലേക്കൊക്കെ ഇത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് ഇപ്പുറത്തോട്ട് മാറ്റി വയ്ക്കാം. ഇതൊന്ന് താളിച്ചിടണം നമുക്ക്. ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3-4 ഉള്ളി അതിൽ നിന്ന് മാറ്റിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതൊന്ന് വറുത്തിടുമ്പോ. അപ്പൊ എണ്ണ ചൂടായാലും നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മള് ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി അരിഞ്ഞത് ലൈറ്റായിട്ട് മൂത്ത് വന്നു തുടങ്ങിയിട്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് വറ്റൽ മുളക് ഞാൻ പൊട്ടിക്കാണ്ട് തന്നെയാണ് ഇടുന്നത്. അതിനൊപ്പം കറിവേപ്പില. മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് കറിയുടെ മേലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ.